എവിടെ ഒരു പ്രതിനിധി വന്നിരുന്ന് പറയുന്നു ഏതോ ഒരു പ്രത്യേക ഡിവിഷനിൽ കോഴിക്കോട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് ബി ജെ പി മാറ്റിയെന്ന്. അല്ലെ അതിന്റെ പുറകെ പിടിക്കുന്നതല്ല. ഇതിനൊരു ബാക്കപ്പ് വേണ്ടേ, ഇതിനൊരു ഒതന്റിസിറ്റി വേണ്ടേ, ഇതിനൊരു ആധികാരികത വേണ്ടേ? അപ്പോൾ രണ്ടാമത് ലിജു പറയുന്നു ബി ജെ പിക്ക് ഇവിടെ വോട്ടില്ല, ജനങ്ങൾ ബി ജെ പിക്ക് വിജയം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. ലിജു, ഇതേ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും അവിടുത്തെ പ്രാദേശിക പാർട്ടികളും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത്. 2014 വരെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള UPA സർക്കാർ മൂന്നാമതും വരുമെന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ മൂന്നാമത്തെ ടേമും 1, 2, 3 ഇവിടെ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളം ബി ജെ പിയുടെ ടാർഗറ്റ് തന്നെയാണ്. ബി ജെ പിക്ക് കേരളത്തിൽ നിയമസഭയിൽ ഭൂരിപക്ഷവും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയവും അത് തന്നെയാണ് ബി ജെ പിയുടെ ടാർഗറ്റ്. അതിന് ബി ജെ പി ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് പോലെ അയ്യപ്പ സംഗമം നടത്തലല്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ പ്രത്യേകമായി താല്പര്യങ്ങൾ വരുമ്പോൾ, ഭക്തിയും പ്രത്യേകമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്തേക്ക് CPM ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകളെ പോലീസിന്റെ കുപ്പായം അണിയിച്ച് അയ്യപ്പന്റെ അടുത്ത് പോകുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയമല്ല ബി ജെ പി പറയുന്നത്. ബി ജെ പി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, വികസിത കേരളം എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ബി ജെ പിക്കൊപ്പം ആളുകൾ നിൽക്കും. രുചു, നിങ്ങൾ അതിന് ഭയപ്പെട്ടിട്ട് കാര്യമില്ലെന്നേ. ബി ജെ പി വലിയ സംഭവമല്ല. ബി ജെ പി വലിയ വിന്നബിലിറ്റിയുള്ള പാർട്ടിയല്ല കേരളത്തിലെങ്കിൽ നിങ്ങൾ എന്തിനാ SIR ഭയക്കുന്നത്? നിങ്ങൾ ഭയക്കുന്നത് പരമ്പരാഗതമായി നിങ്ങളുടെ ട്രബിൾ ഷൂട്ടേഴ്സായി നിങ്ങൾ വച്ചിട്ടുള്ള കള്ള വോട്ടുകൾ, നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടുകൾ, നിങ്ങളുടെ കോർ വോട്ടുകൾ, നിങ്ങളുടെ ആത്മാക്കളും പ്രേതങ്ങളും വന്ന് ചെയ്യുന്ന വോട്ടുകൾ, അത് ഡിലീറ്റായി പോകും. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ നിങ്ങൾ കൈവശം വച്ചിട്ടുള്ള വ്യാജ വോട്ടുകൾ ഇല്ലാതാകുമ്പോൾ ബി ജെ പിയുടെ മുന്നേറ്റം ഒരു യാഥാർത്ഥ്യമായി വരും എന്ന പേടിയാണ് നിങ്ങൾക്ക്. ആ പേടി നിങ്ങൾക്ക് തുടരുകയും വർദ്ധിക്കുകയും ചെയ്യും. വിജയം ബി ജെ പിയുടെ ഒപ്പമായിരിക്കുകയും ചെയ്യും എന്ന തർക്കം വേണ്ട.